സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച വർഷം 1983. 1983-ൽ 34 സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചു. കൂടുതലും നായക വേഷങ്ങളിലായിരുന്നു. 1980 നവംബർ 16-ാം തീയതി ആ കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാർ ജയൻ മരിക്കുന്നു. മലയാള സിനിമയിൽ ആ നടന്റെ വിടവ് അങ്ങനെ തന്നെ കിടക്കുന്ന സമയം. ആ കാലഘട്ടത്തിൽ പ്രേംനസീറും മധുവും സോമനും സുകുമാരനുമായിരുന്നു സൂപ്പർ താരങ്ങൾ. ഒപ്പം ജോസും വിൻസെന്റും രവികുമാറും രവീന്ദ്രനും രതീഷും ശ്രീനാഥുമുണ്ട്. ഈ സമയത്താണ് മമ്മൂട്ടി എന്ന നടൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. 1980-ൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ആയിരുന്നു മമ്മൂട്ടിയുടെ ആദ്യ സിനിമ. MT വാസുദേവൻ നായരുടെ കഥ ആസാദാണ് സംവിധാനം ചെയ്തത്. സുകുമാരനായിരുന്നു നായകൻ. ഈ സിനിമയിൽ ചെറിയ വേഷത്തിലായിരുന്നു മമ്മൂട്ടി അഭിനയിച്ചത്. ജലജയായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ നായിക. 1971-ൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലും 1973-ൽ കാലചക്രം എന്ന സിനിമയിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നു. 80-ൽ മേള എന്ന ഒരു സിനിമയിൽ കൂടി മമ്മൂട്ടി അഭിനയിച്ചു. 81-ൽ സ്ഫോടനം, മുന്നേറ്റം, അഹിംസ, തൃഷ്ണ, ഊതിക്കാച്ചിയ പൊന്ന് തുടങ്ങിയ സിനിമകളിലൂടെ മമ്മൂട്ടി നായക നിരയിലേക്ക് ഉയർന്നു. ഒത്ത ഉയരവും നിറവും അഭിനയശേഷിയും ആകാരവടിവും ഉള്ള മമ്മൂട്ടിക്ക് നായക നിരയിലേക്ക് ഉയരാൻ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. 1982-ൽ 25ഓളം മലയാള സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടി എന്ന നായകൻ 1983-ൽ അഭിനയിച്ചത് 34 സിനിമകളിലാണ്. അതും നായകനായും ഉപനായകനായും. വിസ, തീരം തേടുന്ന തിര, ശേഷം കാഴ്ചയിൽ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, സാഗരം ശാന്തം, രുക്മ, രചന, പ്രതിജ്ഞ, പിന്നിലാവ്, ഒരു സ്വകാര്യം, ഒരു മുഖം പലമുഖം, ഒരു മാടപ്പിറാവിന്റെ കഥ, ഒന്ന് ചിരിക്കൂ, നദി മുതൽ നദി വരെ, നാണയം, മറക്കില്ലൊരിക്കലും, മനസ്സൊരു മഹാസമുദ്രം, മണിയറ, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, കൂടെവിടെ, കൊടുങ്കാറ്റ്, കിന്നാരം, കാട്ടരുവി, ഇനിയെങ്കിലും, ഹിമവാഹിനി, ഗുരുദക്ഷിണ, എൻ്റെ കഥ, കൂലി, ചങ്ങാത്തം, ചക്രവാളം ചുവന്നപ്പോൾ, അസ്ത്രം, അമേരിക്ക അമേരിക്ക, ആദാമിന്റെ ഭാര്യയല്ലേ, ആ രാത്രി, ഈറ്റില്ലം, ഇങ്ങനെ 34 സിനിമകളിലാണ് 1983-ൽ മമ്മൂട്ടി നായകനും ഉപനായകനുമായി അഭിനയിച്ചത്. തുടർന്ന് പ്രേംനസീർ, മധു, സോമൻ, സുകുമാരൻ, ജോസ്, വിൻസെന്റ്, രവികുമാർ, രവീന്ദ്രൻ, രതീഷ്, ശ്രീനാഥ് എന്നീ നായകന്മാരെ പിന്തള്ളി മമ്മൂട്ടി എന്ന നടൻ സൂപ്പർ താര നിരയിലേക്ക് ഉയരുകയായിരുന്നു.